മലയാളം ബിഗ് ബോസ് സീസൺ 7 പുതിയ അപ്ഡേഷൻ നോക്കാം. ഇന്നലെ വൈൽഡ് കാർഡായി 5 പേര് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവർ വന്നതും തണുത്ത് കിടന്ന പല പ്രശ്നങ്ങളും വീണ്ടും ഊതിപ്പെരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതാണല്ലോ ഗെയിം. വീക്കായിട്ടുള്ള പ്ലെയറിനെ എന്തായാലും ഔട്ടാക്കണമല്ലോ. എന്തായാലും എല്ലാവരും കൂടി മേക്കപ്പ് ഏരിയയിൽ ഇരിക്കുമ്പോൾ നൂറയും റെന ഫാത്തിമയും തമ്മിലുള്ള പ്രോബ്ലം നമ്മുടെ മസ്താനിയും ജിഷ്ണും കൂടി ഒന്നും കൂടി എടുത്തിടുന്നുണ്ട്. അതായത് റെന ഫാത്തിമ നൂറയോടും ആദിലയോടും പറഞ്ഞിരുന്നു, എൻ്റെ ബോയ് ഫ്രണ്ടിനെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ആ ഒരു പ്രശ്നം വീണ്ടും എടുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ആദിലയും റെനയും നൂറയും തമ്മിൽ വഴക്കാകുന്നുണ്ട്. നമ്മുടെ വൈൽഡ് കാർഡായി വന്ന ജിഷിനും മസ്താനിയും സാബുമാനൊക്കെ ഇതും കണ്ടുകൊണ്ട് കാഴ്ചക്കാരായി അവിടെ തന്നെ ഇരിക്കുകയാണ്. ആദില അപ്പോൾ വ്യക്തമായി തന്നെ റെനയോട് ചോദിക്കുന്നത്, നിന്നോട് ഞങ്ങൾ ഷെയർ ചെയ്യാൻ പറഞ്ഞോ? നിന്റെ ബോയ് ഫ്രണ്ടിനെ ഷെയർ ചെയ്യാൻ ചോദിച്ചാലല്ലേ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയേണ്ടതുള്ളൂ. നീ പിന്നെ എന്തിനാണ് ആ തരത്തിലുള്ള വർത്തമാനം പറഞ്ഞത്? നിന്റെ ബോയ് ഫ്രണ്ടിനെ ഞങ്ങൾ ഈ ഇഷ്യൂയിലേക്ക് എടുത്തിട്ടിട്ടില്ല. നീ തന്നെയാണ് ബോയ് ഫ്രണ്ടിനെ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത്. റെന അപ്പോൾ നൂറയോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഈ മസാജിൻ്റെ കാര്യമൊക്കെ പറയുന്നത്? ഞാനും ഒരു ലേഡി, ജിസേലും ഒരു ലേഡി, 2 ഗേൾസ് തമ്മിൽ ചെയ്യുന്ന മസാജിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഇത്രയ്ക്ക് പ്രശ്നമെന്ന്. അപ്പോൾ നൂറ പറയുന്നത്, നിങ്ങൾ ചെയ്ത കാര്യം തന്നെയല്ലേ ഞാനും പറഞ്ഞത്, അതിനിപ്പോൾ എന്താണെന്നും പറഞ്ഞ് തട്ടിക്കയറുന്നുണ്ട്. പെട്ടെന്ന് റെന ഫാത്തിമ പൊട്ടിക്കരയുകയാണ്. എന്താണ് പറ്റിയതെന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു റെനയ്ക്ക് നൂറയുടെ ഫ്രണ്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും നൂറയെ പ്രൊവോക്ക് ചെയ്യാനും റെന ഫാത്തിമയ്ക്ക് സാധിക്കുന്നില്ല. ആ ഒരു സങ്കടവും നൂറയുടെ മുമ്പിൽ തോറ്റുപോയല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവുമായിരിക്കും റെന പെട്ടെന്ന് പൊട്ടിക്കരയുവാണ്. പക്ഷേ ആ കരച്ചിൽ കണ്ടപ്പോൾ നമ്മുടെ നൂറ അതിൽ അലിഞ്ഞു പോയി എന്നുള്ളതാണ് വേറൊരു സത്യം. നൂറ ഓടിപ്പോയി നമ്മുടെ റെന ഫാത്തിമനെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് പറയുന്നത്, ഞാൻ നിന്നെ എൻ്റെ ഒരു സിസ്റ്ററായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോഴും നീ എൻ്റെ ഒരു സിസ്റ്ററാണ്. എത്ര പ്രൊവോക്ക് ചെയ്താലും നീ കരയില്ലെന്നാണ് ഞാൻ കരുതിയത്. പോട്ടെ, നീ എന്നെയും പറഞ്ഞു, ഞാൻ നിന്നെയും പറഞ്ഞു. കഴിഞ്ഞത് കഴിഞ്ഞു. സോറി എന്ന് നൂറ പറയുന്നു. അതായത് മസാജിൻ്റെ കാര്യം പറഞ്ഞതിന് സോറി എന്ന്. തിരിച്ച് റെന ഫാത്തിമയും നൂറയോട് സോറി പറയുന്നുണ്ട്. ഇതേ സമയം ആദില തൊട്ടപ്പുറത്തിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. എന്നിട്ട് ആദില പറയുന്നത്, ഇത് വെറും ഡ്രാമയാണ്, ഹഗ് ചെയ്യണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നൂറ ഹഗ് ചെയ്യുന്നുണ്ട്. കാരണം റെന പൊട്ടി കരയുന്നത് കൊണ്ട് തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നൂറ ആദില പറയുന്നത് കേൾക്കാതെ പോയി ഹഗ് ചെയ്ത് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നൂറ പറയുന്നത്, ഞാൻ നിന്നെ എൻ്റെ ഒരു സിസ്റ്ററായിട്ടാണ് കണ്ടത്. അന്ന് ഒനിയിൽ നിന്നെക്കുറിച്ച് ചീത്ത വാക്ക് പറഞ്ഞപ്പോൾ നീ അതൊരു വലിയ പ്രശ്നമാക്കി എടുത്തു. എന്നിട്ട് കഴിഞ്ഞ ദിവസം ശരത്ത് ആദിലേനെ ഒരു തെറി വിളിച്ചപ്പോൾ നീ ശരത്തിൻ്റെ കൂടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. അതൊക്കെ എനിക്ക് വളരെ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന്. നിന്നെ അങ്ങനെ ഒരു ചീത്ത പറഞ്ഞപ്പോൾ നീ സ്ത്രീകളെ എല്ലാം അങ്ങനെ പറയാൻ പാടില്ല, അത് സ്ത്രീത്വത്തെ അപമാനിച്ചതാന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ആദിലേനെ അങ്ങനെ വിളിച്ചപ്പോൾ നീ അവൻ്റെ കൂടെ നിന്ന് ചിരിച്ചു, ശരത്തിൻ്റെ കൂടെ നിന്ന് ചിരിച്ചു? ആദില എന്താ സ്ത്രീയല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ റെന ഫാത്തിമ പറയുന്നത്, ഞാൻ ശരത്തിൻ്റെ കൂടെ നിന്ന് ചിരിച്ചിട്ടില്ല. ഇന്നും കൂടി ഞാൻ ആ ഒരു റീസൺ പറഞ്ഞാണ് ശരത്തിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ നിങ്ങളുടെ ഭാവത്തിൽ ഓരോന്ന് പറയരുത്. നൂറ ഉടനെ പറയുന്നത്, നിന്നെ ഞാനൊരു സിസ്റ്ററായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ നീ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നപ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് ഒതുങ്ങിപ്പോയതുപോലെ തോന്നുന്നു. നീ പുറത്തിറങ്ങി വന്ന് കളിക്കണം, അതാണ് ചെയ്യേണ്ടതെന്നൊക്കെ. എന്തായാലും നൂറയും റെനയും തമ്മിലുള്ള ഒരു പ്രോബ്ലം ഇവിടെ തീർന്നിരിക്കുകയാണ്. പക്ഷേ ആദില അത് വിട്ടുകൊടുത്തിട്ടില്ല. റെനയുടെ കരച്ചിൽ കള്ളക്കരച്ചിലാണ്, അത് ഡ്രാമയാണ്. ആദില എന്തായാലും അത് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ആദിലയും നൂറയും തമ്മിൽ ഒരു വഴക്കും കൂടി നടന്നിരുന്നു. എന്തായാലും റെനയ്ക്ക് പോലും നമ്മുടെ നൂറയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. അക്ബറിൻ്റെ ഗ്യാങ് ഒന്നും ഇപ്പോൾ നൂറയോട് ഒന്നും പറയുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നുമില്ല, പാട്ടും പാടുന്നില്ല, കളിയാക്കുന്നുമില്ല. അനുമോളെ പോലും അവർ ടാർഗറ്റ് ചെയ്യുന്നില്ല. കാരണം അനുമോളെ എന്തെങ്കിലും പറഞ്ഞാൽ നൂറ വരുമെന്നറിയാം. അവർക്ക് അനുമോളെ പേടിയുണ്ടായിട്ടല്ല, നൂറയുടെയും ആദിലയുടെയും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അവർക്കറിയാം. എന്തായാലും ബുള്ളിംഗ് ഗ്യാങ്ങിനെ മുഴുവൻ വേരോടെ പിഴുതെടുത്തിരിക്കുകയാണ് നമ്മുടെ നൂറയും ആദിലയും. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായി വീണ്ടും വരാം.